നമസ്തേ, സബ്കോ സ്വാഗത്. കഴിഞ്ഞ ദിവസം നമ്മൾ ജനറലായിട്ട് പറഞ്ഞു, കാൽ വിഭാജനം എന്താണെന്ന് പറഞ്ഞു, 4 കാലായിട്ട് തിരിച്ചത് പറഞ്ഞു. ആദികാല്, ഭക്തികാല്, രീതികാല്, ആധുനികാല്, 4 കാലമായിട്ട് തിരിച്ചു. 1050 തൊട്ട് ഇന്ന് വരെയുള്ള കാലഘട്ടമാണ് 4ആയിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നത്. അത് ഓരോ കാലഘട്ടത്തിലെ ആദ്യകാലം എന്ന് പറയുന്നത് 1050 തൊട്ട് 1375 വരെയുള്ള കാലഘട്ടമാണ് ആദ്യകാലം എന്ന് പറയുന്നത്. ഭക്തികാലം എന്ന് പറയുന്നത് 1375 തൊട്ട് 1700 വരെയുള്ള കാലഘട്ടമാണ്. 1700 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടമാണ് രീതികാലം എന്ന് പറയുന്നത്. ആധുനിക കാലം എന്ന് പറയുന്നത് 1900 മുതലുള്ള കാലഘട്ടമാണ് ആധുനിക കാലം എന്ന് പറയുന്നത്. അത് നമ്മൾ ഭക്തികാലമാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഭക്തികാലം എന്ന് പറയുന്നത് ഹിന്ദി സാഹിത്യത്തിൻ്റെ തന്നെ സുവർണ കാലഘട്ടമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഭക്തികാലം സുവർണ കാലഘട്ടമാണ്. ഭക്തിയെക്കുറിച്ചുള്ള വർണ്ണനകളാണ് കൂടുതലായിട്ട് കാണുന്നത്. കബീർദാസ്, സൂർദാസ്, തുളസീദാസ് തുടങ്ങിയ സന്ത് കവികൾ അവരുടെ ദോഹകൾ, കീർത്തനങ്ങൾ ഇതെല്ലാം നാടാകെ അല്ലെങ്കിൽ ലോകം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ കാലഘട്ടം സുവർണ കാലഘട്ടമായിട്ട് അവിടെ കണക്കാക്കുന്നത്. ഭക്തികാലം എന്ന് പറയുന്നത് സുവർണ കാലഘട്ടമാണ്. ഭക്തികാലത്തെ നിർഗുൺ ഭക്തിശാഖയായിട്ടും സഗുൺ ഭക്തിശാഖയായിട്ടും തിരിച്ചിട്ടുണ്ട്. ഈ നിർഗുൺ ഭക്തിധാരയെ വീണ്ടും 2 ഉപശാഖകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ജ്ഞാനാശ്രയി എന്നും പ്രേമാശ്രയി എന്നും. ജ്ഞാനാശ്രയിൽ വരുന്ന കവിയാണ് കബീർദാസ്. പ്രേമാശ്രയിൽ വരുന്ന കവിയാണ് മാലിക് മുഹമ്മദ് ജായസി. അതുപോലെ സഗുൺ ഭക്തിധാരയെ വീണ്ടും 2ആയി തിരിച്ചു. കൃഷ്ണഭക്ത കാവ്യം, അതുപോലെ തന്നെ രാമഭക്തകാവ്യം. ഇതിനെ വീണ്ടും ഈ കൃഷ്ണഭക്തിലെ കവി എന്ന് പറയുന്നത് സൂർദാസാണ്. രാമഭക്തിലെ തുളസീദാസാണ്. ഇതാണ് കാലത്തെക്കുറിച്ച് ചെറുതായിട്ടുള്ള ഒരു പരിചയം. നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ പോകുന്നത് കബീർദാസിൻ്റെ ദോഹയാണ്. ആദ്യം കവി പരിചയമാണ്. കബീർദാസ് निर्गुण ज्ञानाश्रयी भक्तिधारा अथवा संत काव्यधारा के प्रतिनिधि कवि है. കബീർദാസ് നിർഗുൺ ഭക്തിധാരയിലെ ജ്ഞാനാശ്രയി ശാഖയിലെ സന്ത് കവിയുടെ അല്ലെങ്കിൽ സന്ത് കാവ്യധാരയുടെ പ്രതിനിധിയായിട്ടുള്ള കവിയായിട്ടാണ് കണക്കാക്കുന്നത്. ഉൻകെ ജീവൻ, ജന്മ और मृत्यु के बारे में अनेक मत या किंवदंतियां प्रचलित है. അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, മരണത്തെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും അതുപോലെ കിംവദന്തികളും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഉൻകാ ജന്മ सन 1398 के ज्येष्ठ पूर्णिमा के दिन एक विधवा ब्राह्मणी के गर्भ से वाराणसी, काशी या बनारस में हुआ. അദ്ദേഹത്തിൻ്റെ ജനനം ശകവർഷം പറയുകയാണെങ്കിൽ 1455 കൊല്ലവർഷം 1398 ഒരു മിഥുന മാസത്തിലെ പൗർണമി ദിവസമാണ്. ഒരു വിധവയായ ബ്രാഹ്മണ സ്ത്രീക്കാണ് അദ്ദേഹം ജനിച്ചത്. കാശിയിൽ വാരണാസി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും കൃത്യമായ രേഖകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പലരുടെയും അഭിപ്രായത്തിൽ ജനിച്ച വർഷം എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത് നമ്മൾ 1398 കണക്കാക്കുന്നത്. കാശിയിലെ വാരണാസിയിൽ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത്. माता ने लोक लाज के कारण उन्हें लहरतारा तालाब के पास छोड़ दिया. ഇപ്പോൾ ജനിച്ച ദിവസം തന്നെ നവജാത ശിശുവിനെ അമ്മ അപമാന ഭയം കൊണ്ട് ലോകലാജ് കെ കാരൻ അപമാന ഭയം കൊണ്ട് ലഹർതാര എന്നു പേരുള്ള ഒരു കുളത്തിനടുത്ത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. एक निसंतान मुस्लिम जुलाहा दंपति नीरू और नीमा ने उनका पालन पोषण किया. ആ സമയത്ത് സന്താനങ്ങളില്ലാത്ത മുസ്ലിം ജുലാഹ ദമ്പതി, മുസ്ലിമായിട്ടുള്ള നെയ്ത്തുകാരായിട്ടുള്ള ദമ്പതികൾ പേര് കൊടുത്തിട്ടുണ്ട്, നീരു, നീമ. ഈ ദമ്പതികളാണ് ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കുന്നത്. संत कबीर में बाल्यावस्था से ही वैराग्य के लक्षण होते थे. കബീർദാസിന് ചെറുപ്പം മുതൽ തന്നെ വൈരാഗ്യ വിരക്തിയുടെ അല്ലെങ്കിൽ സന്യാസത്തിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ അദ്ദേഹത്തിൽ പ്രകടമായിരുന്നു. ഉന്നെ ആധ്യാത്മമേ രുചി ഉൽപ്പന്ന ഹോയതി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആധ്യാത്മിക കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുപ്പം തൊട്ട് തന്നെ അദ്ദേഹത്തിന് സന്യാസത്തിൻ്റെതായിട്ടുള്ള ഒരു മാർഗം സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ആധ്യാത്മികതയുടെ പാതയിലേക്ക് തിരിയാനുള്ള അതിനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിന് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു.
तत्कालीन सामाजिक व्यवस्था के कारण शिक्षा तो प्राप्त नहीं हो पाई. ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥകൾ കാരണം അദ്ദേഹത്തിന് പഠിക്കാനായിട്ട് വിദ്യാഭ്യാസം നേടുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം അൺപഡായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. വേ പഠേ ലിഖേ നഹീത്തെ പർ ബഹുശ്രുത് ആവശ്യത്തെ. അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. പക്ഷേ ബഹുശ്രുത് ഒരുപാട് വിഷയങ്ങളിലെ അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. उन्होंने വാരണാസി മേ അനേക വിദ്വാനോം കെ കീർത്തൻ പ്രവചൻ സുനെ. അദ്ദേഹം വാരണാസിയിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ വെച്ച് ഒരുപാട് പണ്ഡിതന്മാരുടെ വിദ്വാൻമാരുടെയൊക്കെ കീർത്തനങ്ങളും പ്രവചനങ്ങളൊക്കെ കേട്ടു. उन्होंने उस समय के सर्वाधिक लोकप्रिय वैष्णवाचार्य स्वामी रामानंद को अपने गुरु के रूप में स्वीकार किया. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൈഷ്ണവാചാര്യനാണ് സ്വാമി രാമാനന്ദ്. അദ്ദേഹത്തെ സ്വന്തം ഗുരുവിൻ്റെ രൂപത്തിൽ അദ്ദേഹം സ്വീകരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരാണ് സ്വാമി രാമാനന്ദ്. കബീർ കെ അന്യ ഗുരു കെ രൂപ മേ ഷേഖ് തക്കി കബീർ നാം ലിയാ ജാതാ ഹെ. കബീർദാസിൻ്റെ മറ്റു ഗുരുക്കന്മാരിൽ പെടുന്ന ഒരാളാണ് ഷേഖ് തക്കി എന്ന് പറയുന്ന ആൾ. അതും അദ്ദേഹത്തിൻ്റെ ഗുരുവാണ്. എന്നാൽ പ്രധാനപ്പെട്ട ഗുരു എന്ന് പറയുന്നത് സ്വാമി രാമാനന്ദാണ്. സ്വാമി രാമാനന്ദൻ്റെ ശിഷ്യനായിരുന്നു കബീർദാസ്. കബീർ കാ വിവാഹ് ലോയി നാമക് സ്ത്രീ സേ ഹുവ. ഈ കബീറിൻ്റെ വിവാഹത്തെക്കുറിച്ച് പറയുന്നത് ലോയി എന്നു പേരുള്ള സ്ത്രീയാണ്. രംജനി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ച ലോയി എന്ന് പറയുന്ന സ്ത്രീയായിട്ടാണ് വിവാഹം കഴിച്ചത്. ഉസ്കെ സന്താൻ കമാൽ അവർ കമാലി നാമക് ദോ സന്താനെ ഹുയി. അദ്ദേഹത്തിന് 2 മക്കളുണ്ടായിരുന്നു. കമാൽ എന്നു പേരായ മോനും കമാലി എന്നു പേരായ മോളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. अपने जीवन काल में संत कबीर ने अनेक बार यात्राएं की. അപ്പോൾ അദ്ദേഹം അൻപഡായിരുന്നു, വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഒരുപാട് യാത്രകൾ ചെയ്തു എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. इससे उनके അനുഭവ में पर्याप्त वृद्धि हो गई. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങൾ നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ യാത്രകൾ നടത്തിയിട്ട് അതിൽ നിന്നുള്ള അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനയായിട്ട് മാറുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹം യാത്ര ചെയ്തു. വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ എഴുതാനും വായിക്കാനും അറിയില്ലായിരുന്നു. അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യർ പകർത്തിയിട്ടാണ് ഈ രചന അവിടെ തയ്യാറാക്കുന്നത്. സന്ത് കബീർ സ്വഭാവ് സേ ഹി സദാചാരി സജ്ജൻ സത്യവാദി അവർ അഖഡ്തെ. ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം പറയുകയാണെങ്കിൽ അദ്ദേഹം സദാചാരിയായിരുന്നു, നല്ല മാന്യനായിരുന്നു, സത്യത്തെ മുറുകെ പിടിക്കുന്നവനായിരുന്നു, അതിനോടൊപ്പം നല്ല ശാഠ്യക്കാരനായിട്ടുള്ളൊരു വ്യക്തിയും ആയിരുന്നു. संवत 1575 सन 1518 में संत कबीर का निधन वाराणसी के पास स्थित एक गांव मगहर में हुआ. അദ്ദേഹം ജനിച്ചത് 1398 മരണം എന്ന് പറയുന്നത് 1518. അദ്ദേഹം വാരണാസിക്കടുത്ത്, അതായത് ഒരു ഗ്രാമത്തിൻ്റെ പേര് പറയുന്നത് മഗഹർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഏകദേശം 120 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. संत कबीर के अनेक शिष्य थे, जिनमें धर्मदास नामक शिष्य ने उनकी वाणी का संकलन कबीर बीजक शीर्षक से किया. കബീർദാസിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിലെ ധർമ്മദാസ് എന്ന പേരായ ശിഷ്യനാണ് കബീറിൻ്റെ വാക്കുകൾ, കബീർ കി വാണി എന്ന് പറയുന്നത് കബീർ ബീജക് എന്ന പേരിൽ അവിടെ പ്രസിദ്ധീകരിച്ചത്. ധർമ്മദാസ് എന്ന് പറയുന്ന ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ശിഷ്യനാണ് ധർമ്മദാസ്. അദ്ദേഹമാണ് കബീറിന് എഴുത്തും വായനയും അറിയില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു രചനയായിട്ട് മാറ്റിയത് ധർമ്മദാസാണ്. കബീർ ബീജക് എന്ന പേരിലാണത് എടുത്തിട്ടുള്ളത്. കബീർ കി വാണി 3 രൂപോ മേ പ്രകട് ഹുയി ഹെ. ഈ കബീർദാസിൻ്റെ വാക്കുകൾ 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. സാഖി, സബദ്, രമൈനി. സാഖി യാ സാക്ഷി ദോഹയാണ്. സബദ് യാ ശബ്ദ് പദങ്ങളാണ്. അതുപോലെ രമൈണി യാ രാമായണി എന്ന് പറയുന്നത് ചൗപ്പായ. സാഖി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ജ്ഞാൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദോഹകളായിട്ടാണ് എഴുതിയത്. 4 ചരണങ്ങളിൽ വരുന്നു, 2 ലൈനായിട്ടാണ് ദോഹകൾ വരുന്നത്. ഈ 2 ലൈനായിട്ട് വരുന്നതാണ് ദോഹകൾ. സബദ് അല്ലെങ്കിൽ ശബ്ദം എന്ന് പറയുന്നത് പദങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ രമൈനി എന്ന് പറയുന്നത് ചൗപ്പായ, അതായത് 4ലധികം വരുന്ന വരികളായിട്ടാണത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കബീർദാസിൻ്റെ പ്രധാനപ്പെട്ട ഒരേ ഒരു രചനയുള്ളതാണ് കബീർ ബീജക് എന്ന്. അത് 3 തിരിച്ചു: സാഖി, സബദ്, രമൈനി.
संत कबीर के व्यक्तित्व में कवि, भक्त, योगी और समाज सुधारक आदि विविध आयाम प्राप्त होते हैं. കബീർദാസിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നല്ലൊരു കവിയാണ്, ഭക്തനാണ്, യോഗിയാണ്, സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. ഈ രൂപങ്ങളിലാണ് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുക. रमैनी में उनका भक्त रूप, शब्द में योगी रूप, साखी में समाज सुधारक का रूप प्रकट होता है. രമൈണി എന്ന് പറയുന്ന ഭാഗത്ത് ബീജകിലെ ഒരു ഭാഗമാണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞത് രമൈണി. അതിലെ ഭക്തരൂപമാണ് കാണാനായിട്ട് സാധിക്കുക. എന്നാൽ സബദിലാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് യോഗി രൂപമാണ്. എന്നാൽ ഏറ്റവും ആദ്യം പറഞ്ഞാൽ സാഖി എന്ന് പറയുന്നതിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ സമാജ സുധാരക അല്ലെങ്കിൽ സോഷ്യൽ റിഫോമർ, സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ കാണാനായിട്ട് സാധിക്കുക. निर्गुणवादी ज्ञानाश्रयी कवियों के प्रतिनिधि के रूप में कबीर का स्थान अक्षुण्ण रूप से विद्यमान है. इन्हीं निर्गुणवादी कबीर के अनुसार ईश्वर निराकार है, निर्गुण है, ഈശ്വരന് രൂപമില്ല എന്നാണ് പറയുന്നത്. കബീർദാസ് നിരാകാര ഈശ്വർക്കോ മാനത്തെ ഹെ. അവിടെ നിരാകാരം, അതായത് ആകാരമില്ലാത്ത ഈശ്വരനെയാണ് അവിടെ കബീർദാസ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ജ്ഞാനാശ്രയ കവിയോം കെ പ്രതിനിധി, ജ്ഞാനാശ്രയ ജ്ഞാൻ, അറിവ്, പ്രത്യക്ഷ ജ്ഞാൻ എന്നാണ് പറയുന്നത് സാഖി എന്ന് പറയുന്നത്. അപ്പോൾ നിർഗുണവാദികളായിട്ടുള്ള ജ്ഞാനാശ്രയി കവികളിലെ അതിൻ്റെ പ്രതിനിധിയായിട്ടുള്ള കവിയുടെ രൂപത്തിൽ നമ്മൾ കണക്കാക്കുന്നത് കബീർദാസിനെയാണ്. संत होने के कारण उनके काव्य में उपदेश और समाज प्रबोधन की पर्याप्त मात्रा पाई जाती है. ഒരു സന്യാസി ആയതുകൊണ്ട് തന്നെ, സന്ത് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഉപദേശങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങൾ ഒരുപാട് അളവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കബീർദാസിൻ്റെ ഉപദേശങ്ങൾ, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള പ്രബോധനങ്ങൾ, ഇതെല്ലാം ധാരാളം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. उन्हें जो जो अनुभूत हुआ उसकी उन्होंने प्रशंसा की. जो सामाजिक रूढ़ियाँ उचित न लगी उन पर उन्होंने कठोर प्रहार भी किए. എന്ന് പറയുന്നത് ജോ ജോ അനുഭൂത ഹുവ, എന്തെല്ലാമാണ് അദ്ദേഹത്തിന് അനുഭവിക്കാനായിട്ട് സാധിച്ച്, നല്ല കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്, അതിന് അദ്ദേഹം പ്രശംസിക്കുകയും സാമാജിക് രൂഢിയ, സാമൂഹ്യമായിട്ടുള്ള സമ്പ്രദായങ്ങൾ ഉചിതമല്ല, അത് ശരിയല്ല എന്ന് അദ്ദേഹം കണക്കാക്കുകയും അങ്ങനെയുള്ള ദുരാചാരങ്ങൾ, അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങൾ, അതിനെ അദ്ദേഹം വളരെ കഠിനമായിട്ട് എതിർക്കുകയും ചെയ്തു. മൂർത്തി പൂജ, അവതാർവാദ്, തീർത്ഥയാത്ര, വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ, വ്രത്, ഹജ്ജ്, നമാസ്, ജപമാല ആദി അന്ധവിശ്വാസം കാ ജംകർ വിരോധിക്കുക. അപ്പം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങൾ, മൂർത്തി പൂജ, അവതാരവാദത്തിൽ വിശ്വസിക്കുന്നവരുണ്ടായിരുന്നു. തീർത്ഥയാത്രകൾ നടത്തുക, അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ തീർത്ഥയാത്ര നടത്തുക. വർണ്ണവ്യവസ്ഥ, സവർണര അവർണര എന്ന് പറയുന്ന വർണ്ണവ്യവസ്ഥ, ജാതി വ്യവസ്ഥ, ജാതി സമ്പ്രദായം, വ്രതം, അതുപോലെ ഹജ്ജ്, നമാസ്, ജപമാല തുടങ്ങിയ അന്ധവിശ്വാസങ്ങളെ അദ്ദേഹം കഠിനമായിട്ട് വിമർശിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്നു. ഡോങ്കി ചാഹെ സാധു ഹോയ മുല്ല കിസി കോബി നഹി ബക്ഷ. ഡോങ്കി എന്ന് പറഞ്ഞാൽ ഫ്രോഡ്, അതായത് ചതിയന്മാരായിട്ടുള്ള സന്യാസിമാരായാലും മൗലവിമാരായാലും അവർക്കൊന്നും മാപ്പ് കൊടുക്കാനായിട്ട് കബീർദാസ് തയ്യാറായിരുന്നില്ല. അതുപോലെ തന്നെ ഉൻകാ സാരാ ജീവൻ ഹിന്ദുओं और मुस्लिमों के पाखंड का खंडन कर उनमें बंधुत्व या एकता को उत्पन्न करने में खर्च हुआ. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഇവിടെ മാറ്റി വച്ചിരിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള അവരിൽ നിലനിന്നിരുന്ന, കുടികൊണ്ടിരുന്ന അന്ധവിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, ഇതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട്, അതുപോലെ തന്നെ ഐക്യം നിലനിർത്താനായിട്ടാണ് കൂടുതൽ സമയം അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഉപയോഗിച്ചത്. उनकी मृत्यु भी काशी में मरने वालों को स्वर्ग प्राप्ति होते हैं तथा मगहर में मरने वालों को नरक में रहना पड़ता. इस अंधविश्वास को तोड़ने का काम करती है. ഇവിടെ പറയുന്നുണ്ട്, ഒരു അന്ധവിശ്വാസമാണ്, അതായത് മരണത്തെക്കുറിച്ച്. കാശിയിൽ മരിക്കുന്നവർ അവർക്ക് സ്വർഗം കിട്ടുന്നു, അതുപോലെ തന്നെ മഗഹറിൽ മരിക്കുന്നവർക്ക് നരകമാണ് കിട്ടുക എന്നുള്ളൊരു അന്ധവിശ്വാസം അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു. അതിനെയെല്ലാം പൊട്ടിച്ചെറിയാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് കബീർദാസിനെ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നത്. ഇസ് ദൃഷ്ടി സെ സന്ത് കബീർ കോ ക്രാന്തികാരി, ക്രാന്തദ്രഷ്ട കവി കഹാ ജാതാ ഹെ.
അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാട് കൂടെ നോക്കുകയാണെങ്കിൽ കബീർദാസ് ക്രാന്തികാരി കവി, ക്രാന്തികാരി എന്ന് പറഞ്ഞാൽ വിപ്ലവകാരിയായിട്ടുള്ള കവിയായിട്ടാണ് ഇവിടെ കബീർദാസിനെ കണക്കാക്കുന്നത്. അതുമാത്രമല്ല ക്രാന്ത് ദ്രഷ്ട കവി കഹാ ജാ സക്ത ഹേ, വളരെ ദീർഘവീക്ഷണമുള്ള ഒരു കവിയായിട്ടാണ് കബീർദാസിനെ കണക്കാക്കുന്നത്. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിലെ ഒരുപാട് കാര്യങ്ങൾ ഇല്ലാതാക്കാനായിട്ട് വളരെയധികം പരിശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കബീർദാസ്. ഹിന്ദുക്കളും മുസ്ലിംസും തമ്മിലുള്ള ഐക്യത്തെ നിലനിർത്താനും അദ്ദേഹം ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കബീർ കി ഭാഷ പഞ്ചമേൽ ഗിച്ചടി അഥവാ സതുക്കടി ഭാഷ ഹെ. ഇപ്പോൾ കബീർദാസ് പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരുപാട് യാത്രകൾ നടത്തി അതിൽ നിന്ന് അനുഭവങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രചനകളെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പേര് പഞ്ചമേൽ ഗിച്ചടി എന്നാണ്, അതല്ലെങ്കിൽ സതുക്കടി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പഞ്ചമേൽ ഗിച്ചടി എന്ന് പറഞ്ഞാൽ 5ലധികം വരുന്ന ഭാഷകളുടെ ഒരു മിശ്രിതം, മിക്സഡായിട്ട് അല്ലെങ്കിൽ മിക്സ്ചറായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. ഗിച്ചടി എന്ന് പറഞ്ഞാൽ മിക്സ്ചറാണ്, മിശ്രിതം. ഇപ്പോൾ രാജസ്ഥാനി, അതുപോലെ തന്നെ ഗഡി, ബോലി, അവധി, വ്രജഭാഷ തുടങ്ങിയ 5ലധികം വരുന്ന ഭാഷകളുടെ ഒരു മിശ്രണമായിട്ടാണ് നമ്മുടെ ഭാഷയെ പറയുന്നത്. അല്ലെങ്കിൽ വേറെ പേരുണ്ട് സതുക്കടി എന്നും പറയുന്നുണ്ട്. അത് ഗുംകഡ് ഹോനേക്കെ കാരൻ, ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു യാത്ര ചെയ്തു. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഈ ഭാഷയുടെ പേര് പഞ്ചമേൽ ഗിച്ചടി അല്ലെങ്കിൽ സതുക്കടി എന്നുള്ള പേര് അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് വന്നത്. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ने കബീർ को वाणी का तानशा डिक्टेटर भी कहा है. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ആചാര്യനാണ്, സാഹിത്യകാരനാണ് ഹസാരി പ്രസാദ് ദ്വിവേദി. അദ്ദേഹം കബീറിനെ വാക്കുകളുടെ ഏകാധിപതി അല്ലെങ്കിൽ വാണിക്ക താൻഷ, വാണിക്ക ഡിക്റ്റേറ്റർ എന്ന പേരിലാണ് വിളിക്കുന്നത്. ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് ആ പേര് കബീർദാസിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ കബീർദാസ് എന്ന് പറയുന്നത് വാണിക്ക ഡിക്റ്റേറ്ററാണ്, അല്ലെങ്കിൽ വാണിക്ക താൻഷ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കവി പരിചയം ഒന്ന് ചുരുക്കി പറയാം. कबीरदास निर्गुण भक्ति धारा के भक्तिकाल के निर्गुण भक्ति धारा के ज्ञानाश्रयी शाखा के प्रमुख कवि माने जाते हैं. उनका जन्म के बारे में, उनके जीवन के बारे में और मृत्यु के बारे में अनेक किंवदंतियाँ हैं. उनका जन्म एक विधवा ब्राह्मणी के गर्भ से उनका जन्म हुआ. उनका जन्म काशी के वाराणसी में हुआ. उनके गुरु का नाम रामानंद था. उसके प्रमुख रचना का नाम कबीरवाणी. ये कबीरवाणी उसके शिष्य ने धर्मदास नामक शिष्य ने उसके कबीर की वाणी कबीर बीजक शीर्षक से प्रकाशित किया. कबीरदास भक्त, योगी, संत और समाजक सुधारक भी है. उनकी रचना का कबीरदास की कबीर बीजक नामक रचना की 3 भाग होते हैं: साखी, शब्द, रमैनी. साखी दोहा है, शब्द पद है, रमैनी चौपाइयाँ है. साखी में समाज सुधारक का रूप है, शब्द में योगी का रूप है और रमैनी में भक्त का रूप प्रकट होता है. उन्होंने अनेक यात्राएं की. वह अनपढ़ थे, पढ़े लिखे नहीं थे. उनका जीवन का अनुभव उसकी रचना के रूप में आया. उसकी भाषा पंचमेल गिचड़ी या सदुकड़ी है. आचार्य हसारी प्रसाद द्विवेदी ने कबीरदास को वाणी का डिक्टेटर या वाणी का तानशा कहा है. അടുത്ത് നമ്മൾ കബീർദാസിൻ്റെ ദോഹകളാണ്. ദോഹ എന്ന് പറഞ്ഞാൽ 2 ലൈനായിട്ട് വരുന്നതാണ്. 4 ചരണങ്ങളുണ്ട്. അത് 2 ലൈനായിട്ടാണ് എഴുതുന്നത്. ദോഹകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലൈനുള്ളതെന്നുണ്ടെങ്കിലും അതിൽ ആശയം ഒരുപാടായിരിക്കും. कबीरदास के दोहे में गागर में सागर भरने की क्षमता है. ഗാഗർ മേ സാഗർ ഭരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുടത്തിൻ്റെ ഉള്ളിൽ ഒരു സമുദ്രത്തെ തന്നെ നിറയ്ക്കാനുള്ള, അത്രയും വെള്ളം നിറയ്ക്കാനുള്ള ശക്തി ഉണ്ടെന്ന് പറയും. അപ്പോൾ ചെറിയ ലൈനുകളാണെങ്കിലും ഒരുപാട് ആശയങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സാക്കിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ ദോഹ എന്ന് പറയുന്നത്. സാക്ഷി എന്നുള്ളതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്.
ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ചുള്ള ഒരുപാട് ദോഹകൾ നിങ്ങൾ 8ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഗുരു ഗോവിന്ദ് ദോ ഗഡെ കാക്കേ ലാഗു പായ്, ബലിഹാരി ഗുരു അപ്നെ ജിൻ ഗോവിന്ദ് ദിയോ ബദായ് എന്ന് പറയുന്ന ദോഹകളൊക്കെ ഒന്ന് കേട്ടിട്ടുണ്ടാവും. ഗുരുവും ഈശ്വരനും മുന്നിൽ വന്നു നിന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആരെ നമസ്കരിക്കും? ഇവിടെ പറയുന്നുണ്ട് ഈശ്വരൻ നിരാകാരാണ്, നിർഗുണാണെന്ന് പറയുന്നുണ്ട്. ഈശ്വരൻ്റെ രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഗുരു എന്ന് പറയുന്നത് നമ്മുടെ ഈ ലോകത്ത് നമ്മൾ കാണപ്പെടുന്ന ദൈവമായിട്ടാണ്. ഇവിടെ കബീർദാസ് ഗുരുവിനെ ഈശ്വര തുല്യനായിട്ടാണ് അവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ച്, ഗുരുവിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ പഴയ കാലത്ത് ചെറുപ്പത്തിലൊക്കെ പഠിച്ച അധ്യാപകരെ ഓർത്തിരിക്കുന്നുണ്ടാവും. എപ്പോഴും നമ്മൾ മറക്കാതെ നമ്മുടെ മുന്നിൽ ഓർമ്മയിൽ നിൽക്കുന്ന കുറച്ച് രൂപങ്ങളാണ് അധ്യാപകരെന്ന് പറയുന്നത്. അപ്പോൾ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പറയും. നമ്മൾ ഈ ലോകത്ത് നമ്മൾ കാണപ്പെടുന്ന ദൈവമായിട്ട് കണക്കാക്കുന്നത് ഗുരുവിനെയാണ്. നമ്മുടെ അജ്ഞതയെ ഇല്ലാതാക്കി, അന്ധകാരത്തെ ഇല്ലാതാക്കി ഉള്ളിലേക്ക് അറിവാകുന്ന വെളിച്ചം പകരാൻ നമ്മളെ സഹായിക്കുന്നത് ഗുരുവാണ്. അപ്പോൾ ഗുരുവിൻ്റെ മഹിമകളെക്കുറിച്ചുള്ള കുറച്ച് ദോഹകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ ദോഹ നിങ്ങൾ അത് ഒപ്പം തന്നെ അർത്ഥം എഴുതിയിടും വേണം. അതിൻ്റെ എന്താണോ മനസ്സിലാവുന്നത് പറയുന്നത് അർത്ഥം നിങ്ങൾ ഒപ്പം നോട്ട്ബുക്കിൽ എഴുതിയിടുക. ആദ്യത്തെ ദോഹ, സദ്ഗുരു കി മഹിമ അനന്ത്, അനന്ത് കിയ ഉപകാർ, ലോചൻ അനന്ത് ഉഘാടിയ, അനന്ത് ദിക്കാവൻഹാർ. സദ്ഗുരു എന്ന് പറഞ്ഞാൽ സച്ചാ ഗുരു, നല്ലൊരു ഗുരു. സ്കി മഹിമ അനന്ത് ഹേ, അനന്ത് എന്ന് പറഞ്ഞാൽ എൻഡ്ലെസ്, അളവില്ലാത്തതാണ്, അതിന് അവസാനമില്ല. ഗുരു കി മഹിമ അനന്ത് ഹേ എന്ന് പറയുന്നത്. അനന്ത് കിയ ഉപകാർ, ഗുരു മേരെ ലിയെ അനന്ത് ഉപകാർ കിയാ ഹേ. ഉപകാരം എന്ന് പറഞ്ഞാൽ ഉപകാരം, ഒരുപാട് ഉപകാരങ്ങൾ ഗുരു എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ലോചൻ അനന്ത് ഉഘാടിയ, ലോചൻ എന്ന് പറഞ്ഞാൽ ആങ്കാണ്, കണ്ണ്. ഉഘാടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖോൽ ദിയ, ഓപ്പൺ ചെയ്യുക. അനന്ത് ഉഘാടിയ, അനന്തകൾ ഇവിടെ ബഹുത്ത് അധികം എന്നുള്ള അർത്ഥമുണ്ട്. അനന്ത് ദിക്കാവൻഹാർ, ദിക്കാവൻഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിക്കാനേ വാല. അനന്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ അനന്തമായി കിടക്കുന്നത് ഈശ്വരനാണ്. ഇവിടെ ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഈ ദോഹയിൽ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, യഹാ കബീർദാസ് ഗുരു കോ സർവാധിക് മഹത്വ ദിയാ ഹെ. ഇവിടെ കബീർദാസ് ഗുരുവിന് ഏറ്റവും അധികം മഹത്വം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതിൽ ഇസ് ദോഹമേ കബീർദാസ് ഗുരു കി മഹിമ ദിഖായ ഹെ. ഗുരുവിൻ്റെ മഹിമയാണ് നമുക്ക് കാണിച്ചിരുന്നത്. ഗുരുവിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുരുവിൻ്റെ മഹിമ എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ കബീർദാസ് പറഞ്ഞു തരുന്നത്. കബീർദാസ് പറയണ സദ്ഗുരു കി മഹത്വ, സദ്ഗുരു കി മഹിമ അനന്ത് ഹി. നല്ല ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത് നമുക്ക് അളക്കാൻ പറ്റില്ല, അത് അനന്തമാണെന്ന് പറയുന്നത്. വീണ്ടും പറയണേ, ഉനോനെ മുझे ബഹുത്ത് അധിക ഉപകാർ കിയേ ഹേ. അദ്ദേഹം, അതായത് ഒരു ഗുരു, ഒരുപാട് ഉപകാരങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ പറയണേ, ഉനോനെ മേരെ ആംഖോं को ഖോൽ ദിയാ ഹേ. അദ്ദേഹം എൻ്റെ കണ്ണുകളെ തുറന്നു തന്നത്, അതായത് എൻ്റെ കണ്ണിൽ ഇരുട്ടായിരുന്ന അന്ധകാരമാകുന്ന ഇരുട്ട് അല്ലെങ്കിൽ അജ്ഞതയാകുന്ന ഇരുട്ടിനെ മാറ്റിക്കൊണ്ട് എൻ്റെ കണ്ണുകൾക്ക് വെളിച്ചം പകർന്നത്. ഇവിടെ വെളിച്ചം എന്ന് പറയുന്നത് അറിവ് പകർന്നു തന്നത് ഗുരുവാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഒരുപാട് മഹിമ അല്ലെങ്കിൽ മഹത്വം ഗുരുവിനുണ്ട് എന്നാണ് പറയുന്നത്. വീണ്ടും പറയാണ്, ഇസ് പ്രകാർ ഈശ്വർ കാ ദർശൻ ഹോ ജാത്തെ. അപ്പോൾ ഈശ്വരനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്, ഈശ്വരനെക്കുറിച്ച് അറിവ് തരുന്നത്, എല്ലാം മനസ്സിലാക്കി തരുന്നത്, എല്ലാം ചെയ്യുന്നത് ഗുരുവാണ്. നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ, നമ്മുടെ കണ്ണിൻ്റെ മുന്നിലുള്ള ഒരു മൂടുപടം, അതായത് ഇരുട്ടിനെ മാറ്റാൻ കഴിവുള്ളവനാണ് ഗുരു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയണ, ഗുരു കൂടാതെ നമുക്ക് നമ്മുടെ ഉള്ളിലെ അന്ധകാരത്തെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നല്ലൊരു ഗുരു എന്ന് പറയുന്നത് നമ്മൾ ഈശ്വർ കോ ദിഖാനെ വാലേഹെ, നമ്മൾ ഈശ്വരനെ കാണിച്ചു തരാനായിട്ട് കഴിവുള്ളവനാണ് നല്ലൊരു ഗുരു എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രസ്തുത ദോഹെ में അല്ലെങ്കിൽ इस दोहे में കബീർദാസ് ഗുരു കി മഹിമ കെ ബാരെ में कहते हैं. ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ ദോഹയും ഗുരുവിൻ്റെ മഹത്വത്തെക്കുറിച്ച്, ഗുരുവിൻ്റെ ഗുണത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ ദോഹ, സാത് സമുദ്ര കി മസീ കരൂ
लेखनी सब बन राय सब धरती कागज करूँ प्रभु गुण लिखा न जाए. सात समुद्र, സമുദ്രം എന്ന് പറഞ്ഞാൽ സമുദ്രം, മസി എന്ന് പറഞ്ഞാൽ സ്യാഹി മഷി. സാത് സമുദ്രക്ക് മസി കരു. ലേഖനി, ലേഖനി എന്ന് പറഞ്ഞാൽ പേനയാണ്, കലം. സബ് ബൻറായ്, ബൻറായ് എന്ന് പറഞ്ഞാൽ ജംഗിൾക്കെ പേടാണ്, അല്ലെങ്കിൽ വലിയ വലിയ മരങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബൻറായ് എന്ന് പറഞ്ഞാൽ ബടെ ബടെ പേട് അല്ലെങ്കിൽ ജംഗിൾക്കെ പേടാണ്. സബ് ധർത്തി കാഗത് കരു, കാഗത് എന്ന് പറഞ്ഞാൽ കാഗസാണ്, കാഗസ് കടലാസ്. പ്രഭു ഗുൺ ലിഖ നജായ്, പ്രഭു എന്ന് പറയുന്നത് ഇവിടെ ഗുരുവാണ്. ഇവിടെ സാത് സമുദ്രക്ക്, ഇവിടെ ഈ ദോഹയിലും പറയുന്നത് ഗുരുവിൻ്റെ മഹിമ തന്നെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഇവിടെ പറയുന്നത് സാത് സമുദ്രക്ക് മസീകരും, 7 സമുദ്രങ്ങൾ പറയുന്നുണ്ട്. പുരാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 7 സമുദ്രങ്ങളുടെ പേരാണ് പറയുന്നത്. ക്ഷീരൻ, ലവണം, സുർ എന്നൊക്കെ പറയുന്ന, ശുദ്ധോദക് എന്നൊക്കെ പറയുന്ന 7 സമുദ്രങ്ങളാണ്. ആ 7 സമുദ്രത്തിലെ വെള്ളമെടുത്ത് മഷിയാക്കിയാലും. സാത്ത് സമുദ്രക്ക് പാനിക്കോ സ്യാഹി ബനായേ, 7 സമുദ്രത്തിലെ വെള്ളമെടുത്ത് മഷിയാക്കിയാലും. ജംഗൽ കെ സബ് ബഡേ ബഡേ പേടോം കോ കലം ബനായി, കാട്ടിലെ വലിയ വലിയ മരങ്ങളെടുത്ത് ആ മരങ്ങളെ മുഴുവൻ പേനയാക്കിയാലും. സബ് ധർത്തി കാഗത് കരും, സബ് ധർത്തിക്കോ, സബ് ഭൂമിക്കോ അല്ലെ സാരാ ധർത്തിക്കോ, ഈ ഭൂമി മുഴുവൻ കാഗത് കരും, കാഗസ് ബനായേം തോ प्रभु गुण लिखा ना जाए. ईश्वर का गुण कभी भी लिखा नहीं सकता, അല്ലെങ്കിൽ ഗുരു കാ ഗുൺ ലിഖ നഹി ജാ സക്ത. അവിടെ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 7 സമുദ്രത്തിലെ വെള്ളമെടുത്ത് മഷിയാക്കിയാലും, വലിയ വലിയ കാട്ടിലെ വലിയ വലിയ മരങ്ങളെടുത്ത് പേനയാക്കിയാലും, ഈ ഭൂമി മുഴുവൻ കടലാസാക്കി എഴുതിയാലും ഗുരുവിൻ്റെ ഗുണങ്ങൾ നമുക്ക് വർണ്ണിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇത് എഴുതിയില്ല. വർണ്ണനാക്കി അതീത് എന്ന് പറയുന്നത്, വർണ്ണനകൾക്കപ്പുറമാണ് ഗുരുവിൻ്റെ ഗുണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അളക്കാനായിട്ട് സാധിക്കില്ല. അതൊരിക്കലും വർണ്ണിച്ചാൽ തീരുന്ന ഒന്നല്ല. ഈ എന്താ പറയുക, ഭൂമി മുഴുവൻ കടലാസാക്കി എഴുതിയ അത്രയ്ക്കും നമുക്ക് എത്ര എഴുതിയാലും മതിയാവാത്തതാണ് ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത്. ഇവിടെ പറയണേ ഗുരു കെ ഗുൺ എന്ന് പറയുന്നത്, ഗുരു കെ ഗുൺ വർണ്ണനാതീതഹേ, വർണ്ണനാക്കി അതീതഹേ, നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല, അതിനപ്പുറത്താണ് ഗുരുവിൻ്റെ ഗുണമെന്ന് പറയുന്നത്. വേ അസാധാരണ വ്യക്തിത്വക്കെ ധനി ഹോത്തെ ഹേ, അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗുരു എന്ന് പറയുന്നത്. अब प्रस्तुत दोहे में कबीरदास गुरु की महिमा के बारे में वर्णन किया है. 7 समुद्रों के पानी को स्याही बनाकर, जंगल के बड़े बड़े पेड़ों को कलम बनाकर, सब धरती को कागज़ बनाकर लिखने पर भी गुरु का गुण लिखा, അല്ലെങ്കിൽ उसका गुण वर्णनातीत होते हैं, കബി ബി ലിഖ നഹി ജാ സക്തി ഹേ. ഒരിക്കലും നമുക്ക് എഴുതി തീരാൻ പറ്റുന്ന ഒന്നല്ല ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത്. ഗുരു കി മഹിമ അപാർ ഹേ, അപാരമാണ്. ഗുരു കെ ഗുൺ വർണ്ണാതീത് ഹേ, വർണ്ണങ്ങൾക്കതീതമാണ്. വേ അസാധാരണ വ്യക്തിത്വക്കെ ധനി ഹോത്തി ഹേ, അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയാണ് ഗുരു എന്ന് പറയുന്നത്. അടുത്ത ദോഹ, മൂന്നാമത്തെ ദോഹ. ജാക്കെ മുഹ് മാഥാ നഹിം നാഹിം രൂപ് ഗുരൂപ് പുഹുപ് ബാസ്തേ പാത്ര ഐസാ തത്വ അനൂപ്. ജാക്കെ മുഹ് മാഥാ നഹിം, ജാക്കെ എന്ന് പറഞ്ഞാൽ ജിസ്കെ, മുഖ് എന്ന് പറഞ്ഞാൽ മുഖം, മാഥ മസ്തക് നെറ്റിത്തടം എന്നുള്ള അർത്ഥം. രൂപ് കുരൂപ്, രൂപ് എന്ന് പറഞ്ഞാൽ രൂപം, ഷേപ്പ്. കുരൂപ് എന്ന് പറഞ്ഞാൽ വിരൂപമായിട്ടുള്ളത്. പുഹുപ് എന്ന് പറഞ്ഞാൽ ഫൂലാണ്, പൂക്കളാണ്. ബാസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. ബാസ് തേ പാത്ര, ബാസ് സേ സുഗന്ധ സേ, തേ എന്ന് പറഞ്ഞാൽ സേ, പാത്ര എന്ന് പറഞ്ഞാൽ പത്തല, സൂക്ഷ്മ എന്നുള്ള അർത്ഥം. ഐസ തത്വ അനൂപ്, തത്വം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈശ്വരനാണ്, പരബ്രഹ്മാണ്. അനൂപ് എന്ന് പറഞ്ഞാൽ അനുപം ഹേ. ഈ ദോഹയിൽ നിരാകാർ ഈശ്വർ കി വർണ്ണ കർത്തേ ഹേ, നിരാകാരനായിട്ടുള്ള ആകാരമില്ലാത്ത ഈശ്വരനെ കുറിച്ചാണ്, പരബ്രഹ്മത്തെക്കുറിച്ചാണ് കബീർദാസ് ഈ ദോഹയിൽ പറയുന്നത്.
അപ്പോൾ കബീർദാസ് इस दोहे में निराकार ईश्वर के बारे में निराकार परब्रह्म के बारे में कहते हैं. ആകാരമില്ലാത്ത രൂപമില്ലാത്ത ഈശ്വരനെ കുറിച്ചാണ് പറയുന്നത്. പറയണേ निराकार या निर्गुण परब्रह्म को ईश्वर को मादा नहीं मुग नहीं. ഈശ്വരനെ മുഖമില്ല, നെറ്റിത്തടമില്ല. रूप नहीं कुरूप नहीं, സുന്ദർ नहीं അസുന്ദർ नहीं, വിരൂപനല്ല സുന്ദരനുമല്ല. രൂപമില്ല, നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. വ സുന്ദർ നഹി ഹേ और അസുന്ദർ നഹി ഹേ, സുന്ദരനല്ല സുന്ദരനല്ലാത്തവനല്ല. വ തോ നിർഗുൺ നിരാകാർ ഹേ, ഒരു ഗുണവുമില്ലാത്ത ഒരു ആകാരമില്ലാത്ത ഒരു അതിൻ്റെ എല്ലാം ഉടമയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, അനുഭവിക്കാൻ മാത്രമാണ് സാധിക്കുക. ഒരിക്കലും നമുക്കത് കാണാനായിട്ട് സാധിക്കില്ല എന്ന് പറയുന്നത്. പുഹു ബാസ് തേ പാത്ര, ഇവിടെ പറയണേ ഫൂൽ കെ സുഗന്ധ സേ സൂക്ഷ്മ ഹേ ഈശ്വർ. പൂക്കളിലെ സുഗന്ധത്തെക്കാളും വളരെ സൂക്ഷ്മമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല. പുഷ്പത്തിൻ്റെ സുഗന്ധം നമുക്ക് നോക്കി കാണാനായിട്ട് സാധിക്കില്ല, അത് അനുഭവിക്കാനേ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈശ്വരൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. അത് നമുക്കൊരിക്കലും കണ്ടിട്ട് അതറിയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ പുഷ്പത്തിൻ്റെ സുഗന്ധം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈശ്വരൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. രൂപമില്ല, കാണാനായിട്ട് എങ്ങനെയാണ് നമുക്കറിയാനായിട്ട് പറ്റില്ല. ഒരു രൂപമില്ല, സുന്ദരനാണോ സുന്ദരനല്ലേ, ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല. രൂപമില്ലാത്തവനാണ്, മുഖം ഇല്ല, നെറ്റിത്തടമില്ല. പക്ഷേ അതിൻ്റെ പുഷ്പത്തിൻ്റെ സുഗന്ധം എങ്ങനെയാണോ അതുപോലെയാണ് നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുക. വഹ് അനുപം और അതുലനീയ ഹേ. അപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് അനുപമാണ്. ആ പരബ്രഹ്മം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റുള്ളതുമായിട്ട് തുലനം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല, അത്യുത്തമമാണ്. അതുലനീയ ഹേ, ഒരിക്കലും നമുക്ക് മറ്റൊരു വസ്തുവായിട്ട് അതിനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് കബീർദാസ് ഇതിൽ പറയുന്നത്. ഇവിടെ നിരാകാർ ഈശ്വർ കെ ബാരെ മേ കബീർദാസ് കഹത്തെ ഹേ. ആകാരമില്ലാത്ത ഈശ്വരനെ കുറിച്ചാണ് കബീർദാസ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച 3 ദോഹയാണ് പഠിച്ചത്. 2 നമ്മൾ ഗുരുവിനെ കുറിച്ചാണ്. ഗുരു ആരാണ്, ഗുരുവിൻ്റെ മഹിമ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. 3ാമത്തെ ദോഹയിൽ നമ്മൾ ഈശ്വരൻ എങ്ങനെയാണ്, ഈശ്വരൻ്റെ രൂപം എങ്ങനെയാണ്, ഈശ്വരൻ നമുക്ക് കാണാൻ പറ്റുമോ, എങ്ങനെയാണ് നമ്മളത് അറിയുക എന്നുള്ള കാര്യമാണ് പഠിച്ചത്. അപ്പോൾ ആദ്യത്തെ ദോഹയിൽ നമ്മൾ സദ്ഗുരുക്ക് മഹിമ അനന്ത അനന്തികയ ഉപകാർ ലോചൻ അനന്തുഗടിയ അനന്തികാഹൻഹാർ. അതിൽ ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ചാണ്, അതായത് ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തിട്ടുള്ളത് ഗുരുവിനാണ്. ഇവിടെ ഗുരു എന്ന് പറയുന്നത് ഈ ലോകത്ത് കാണപ്പെടുന്ന ദൈവമായിട്ടാണ് ഇവിടെ കബീർദാസ് കണക്കാക്കുന്നത്. യഹാ കബീർദാസ് ഗുരു കോ ഈശ്വർ തുല്യ മാനത്തെ, ഈശ്വര തുല്യനായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയണത് സദ്ഗുരുക്ക് മഹിമ അനന്ത് ഹേ, उन्होंने मुझे बहुत अधिक उपकार किए हैं, मेरे आँखों को गोल दिया है, मेरे आँखों के सामने पड़े हुए अंधकार को दूर करके, अले अंधकार रूपी पर्दे को दूर करके ज्ञान रूपी प्रकाश मेरे आँखों में फैलाते हैं. इसलिए गुरु की महिमा अनंत है. गुरु ईश्वर को दिखाने वाला है, ईश्वर के बारे में हमें समझाते हैं. पहले दोहे में कबीरदास ने गुरु की महिमा के बारे में कहते हैं. രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത് ഗുരുവിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതൊരിക്കലും വർണ്ണിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. വർണ്ണനകൾക്കപ്പുറമാണ് ഒരു ഗുരു എന്ന് പറയുന്നത്. ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് വർണ്ണനകൾക്കപ്പുറമാണ്. ഒരിക്കലും നമുക്കത് വർണ്ണിച്ച് എഴുതാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തെ ദോഹയിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ സാത് സമുദ്രിക്ക് പാനി കരും सात समुद्र की मसी करूँ, लेखनी सब बन रहा है, सब धरती कागज करूँ, प्रभु गुण लिखा न जाए. അതായത് ഇവിടെ പറയുന്നത് ഗുരുവിൻ്റെ ഗുണം അല്ലെങ്കിൽ ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത് വർണ്ണാതീത് ഹേ എന്ന് പറയുന്നത്, വർണ്ണാക്ക് അതീത് ഹേ. ഗുരു എന്ന് പറയുന്നത് അസാധാരണ വ്യക്തിത്വക്ക് ധനി ഹോത്തെ ഹേ. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ഗുരു
ഇവിടെ സന്ത് കബീർ ജैसे संत कवि ഗുരു കോ ഈശ്വർ തുല്യം മാനത്തെ ഹേ, ഗുരുവിനെ ഈശ്വര തുല്യമായിട്ട് കണക്കാക്കുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സാത്ത് സമുദ്രക്ക് പാനി കോ സ്യാഹി ബനാക്കർ, जंगल के सब बड़े बड़े पेड़ों को कलम बनाकर, सब धरती को कागज़ बनाकर लिखने पर भी गुरु की गुण लिखा नहीं जा सकता. 7 സമുദ്രത്തിലെ വെള്ളമെടുത്ത് മഷിയാക്കിയാലും, കാട്ടിലെ വലിയ വലിയ മരങ്ങളെടുത്ത് പേനയാക്കിയാലും, ഈ ഭൂമി മുഴുവൻ കടലാസാക്കിയാലും നമുക്ക് ഗുരുവിൻ്റെ ഗുണത്തെ എഴുതി വർണ്ണിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. വർണ്ണനകൾക്കതീതമാണ് ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത്. അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഗുരു എന്ന് പറയുന്നത്. മൂന്നാമത്തെ ദോഹയിൽ പറയുന്നത്, മൂന്നാമത്തെ ദോഹ ഇതാണ്, ജാക്കെ മുഹ് മാധാ നഹീം നാഹി രൂപ് ഗുരൂപ് പുഹു ബാസ്തേ പാത്ര ഐസാ തത്വ അനൂപ്. ईश्वर को मुख और मादा नहीं है, मुख और मस्तक नहीं है. ईश्वर निराकार है, ईश्वर निर्गुण है, ईश्वर को कोई रूप नहीं है, कुरूप नहीं है, वह सुंदर नहीं है और असुंदर नहीं है. ഇവിടെ പറയുന്നത് എങ്ങനെയാണ്, ഈശ്വർ എന്ന് പറയുന്നത് നിർഗുൺ നിരാകാർ ഹെ, उसका कोई आकार नहीं है, ईश्वर का कोई आकार नहीं है, लेकिन इसको हमें अनुभव हो सकता है. ईश्वर നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. यहाँ कबीरदास कहते हैं, ईश्वर को हम कैसे अनुभव कर सकता है. यहाँ फूल के सुगंध से भी सूक्ष्म है ईश्वर. പൂക്കളിൽ നിന്നുണ്ടാകുന്ന സുഗന്ധത്തെക്കാളും സൂക്ഷ്മമാണ്. ഈശ്വർ സർവവ്യാപി ഹേ, ഈശ്വരൻ സർവവ്യാപിയാണ്. ഉസ്കാ വഹ് അനുപം ഹേ, പരബ്രം യാ ഈശ്വർ അനുപം ഹേ, ഉസ്കാ തത്വ അനുപം ഹേ, വഹ് കഭി തുലന നഹീ ഹോ സക്ത, ഒരിക്കലും അതിനെ തുലനം ചെയ്യാനായിട്ട് സാധിക്കില്ല. അദ്വിതീയഹേ അർത്തുല. നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഈ ദോഹകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദോഹയുടെ 2 ലൈൻ തന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും. അതിലെ ക്വസ്റ്റ്യൻ നേരിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. യഹാം കബീർദാസ് ഗുരു കെ മഹിമ കെ ബാരെ മേ ക്യാ ക്യാ കഹത്തെ ഹേ, എന്തൊക്കെയാണ് ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് ദോഹയിലും സെക്കൻഡ് ദോഹയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗുരു ആരാണ്, ഗുരു എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗുരുവിൻ്റെ മഹിമ എന്ന് പറയുന്നത് എന്താണ്, എന്തൊക്കെ ചെയ്താലും ഗുരുവിനെക്കുറിച്ച് വർണ്ണിക്കാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം ഗുരു എന്ന് പറയുന്നത് വർണ്ണനകൾക്കപ്പുറമുള്ളൊരു വ്യക്തിത്വമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതൊന്ന് ചോദിക്കാവുന്നതാണ്, ഈശ്വർ കെ ബാരമേ പരബ്രഹ്മ കെ ബാരമേ കബീർദാസ് ക്യാ ക്യാ കഹത്തെ ഹേ. പരബ്രഹ്മ എന്ന് പറയുന്നത്, ഈശ്വർ എന്ന് പറയുന്നത് നിരാകാരനാണ്. ജിസ്കാ കോയി ആകാർ നഹീ ഹോത്താ ഹേ, ഉസ്കാ മുഖ് നഹീ ഹേ, ഉസ്കാ മാതാ നഹീ ഹേ, ഉസ്കാ മസ്തക് നഹീ ഹേ, वह सुंदर नहीं है, असुंदर नहीं है, लेकिन ये पुष्प के या फूल के सुगंध से सूक्ष्म है, पतला है. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ ഒപ്പം പഠിച്ചു പോവുക. ഈ നമ്മൾ ഇവിടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഈ ലോകം എന്ന് പറയുന്നത് സുഖലോലുപരായിട്ട് ജീവിക്കുന്ന ആളുകളാണെന്ന് പറയുന്നത്. എന്നാൽ കബീർദാസ് എല്ലായ്പ്പോഴും ദുഃഖിതനായിട്ടാണ് ഇരിക്കുന്നത്. ലോകം മുഴുവൻ തിന്നുകുടിച്ച് സൂഹിക്കുമ്പോഴും കബീർദാസ് ദുഃഖിച്ചിരിക്കുന്നു. അതായത് ഭക്തിയുടെ മാർഗം എന്ന് പറയുന്നത് ഇവിടെ അത്ര എളുപ്പത്തിൽ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. അതുപോലെ സ്നേഹം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടുന്നൊരു വസ്തുവല്ല. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും തോട്ടത്തുനിന്നോ പാടത്തുനിന്നോ മുളച്ച് പൊന്തി വരുന്ന ഒന്നല്ല. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്നു പറയുന്നത്. ശരിയായ സ്നേഹം നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തല കുനിക്കേണ്ടതായിട്ട് വരുന്നു എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ അഹങ്കാരങ്ങൾ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ കാമം, ക്രോധം, ഇച്ഛ, ഭയം തുടങ്ങിയ വികാരങ്ങളൊക്കെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് ശരിയായ സ്നേഹം എന്താണെന്നറിയാനായിട്ട് സാധിക്കുള്ളൂ.
ഇപ്പോൾ കബീർദാസിൻ്റെ ദോഹകളിലൊക്കെ 2 ലൈനേ ഉള്ളൂ വെച്ചാലും ഒരുപാട് അർത്ഥങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന കബീർദാസിൻ്റെ ദോഹ ഗാഗർമേ സാഗർ ബർണേക്ക് ക്ഷമതാഹി എന്നാണ് പറയുന്നത്. അതായത് ചെറിയ ചെപ്പുകൂടത്തിൻ്റെ ഉള്ളിൽ ഒരു കടലിൽ തന്നെ നിറയ്ക്കാനുള്ള ശക്തി അതിലുണ്ട്. ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാം. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളാണെല്ലാം രചനകൾ. കാരണം അദ്ദേഹം പഠിച്ചിട്ടില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു, എഴുതാനായിട്ട് അറിയില്ല, വായിക്കാനായിട്ട് അറിയില്ല, അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ അത് രചനയായിട്ട് രൂപപ്പെടുത്തി എടുത്തത്.